Hi dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഭാഗങ്ങൾ കെമിസ്ട്രിയിൽ മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ. ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് എല്ലാം വാട്ടറുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്തു. ലോ റിയാക്റ്റീവ് മെറ്റൽസ് ഒന്നും ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നില്ല. ഇത് റിയാക്ടിവിറ്റി സീരീസുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചു. ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ആണ് വാട്ടറുമായി റിയാക്ട് ചെയ്ത്, ലോ റിയാക്റ്റീവ് മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? മെറ്റൽ റിയാക്ട് വിത്ത് എയർ. Metal react with air, form their oxides. നോക്കൂ, ഒരു മെറ്റൽ എയറുമായി റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയർ എന്താണ്? മെയിൻലി കണ്ടന്റഡ് മോളിക്യൂൾ എയറിൽ ഏതാണ്? ഓക്സിജൻ ആണ്. എന്നാൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയാക്ട് വിത്ത് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ, വാട്ടർ വേപ്പർ H2O ഇല്ലേ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വെള്ളം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞ മെയിൻ കണ്ടന്റുകൾ. ഇതാണ് നമ്മുടെ മെറ്റൽസുമായി ഒക്കെ റിയാക്ട് ചെയ്യുന്ന എയറിലെ കണ്ടന്റാണ് ഓക്സിജൻ, അതുപോലെ തന്നെ H2O, CO2. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെറ്റൽ എയറുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം തന്നെ പറയാം, മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. മെറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും മെറ്റാലിക് ലസ്റ്റർ. എന്താണ് മെറ്റാലിക് ലസ്റ്റർ? ഒരു ന്യൂ മെറ്റലിനെ നമ്മൾ ന്യൂലി കട്ട് പോർഷൻ നമുക്ക് നല്ല ഗ്ലോ ആയി തോന്നും. പുതുതായി മുറിച്ച പോർഷൻ നമുക്ക് നന്നായി ഗ്ലോവിങ് കാണാൻ പറ്റും. ആ ഗ്ലോവിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ദ ന്യൂലി കട്ട് പോർഷൻ ഓഫ് എ മെറ്റാലിക് ലസ്റ്റർ. നമുക്ക് മെറ്റാലിക് ലസ്റ്ററിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹൈ റിയാക്റ്റീവ് മെറ്റലായ സോഡിയം, സിങ്ക്, ഇങ്ങനെയുള്ള ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് അറിയാലോ, റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ കാണുന്ന ആളുകൾ. ഈ ആളുകളെ ന്യൂ ആയിട്ട് കട്ട് ചെയ്തു, പുതുതായി നമ്മൾ കട്ട് ചെയ്തു, ന്യൂലി കട്ട് പോർഷൻ ഉണ്ടാക്കി. അപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു നന്നായി ഗ്ലോവിങ് കാണാൻ പറ്റി. ഇതാണ് നമ്മൾ മെറ്റാലിക് ലസ്റ്റർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ന്യൂലി കട്ട് പോർഷനിൽ മെറ്റാലിക് ലസ്റ്റർ കാണാൻ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇതിങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഈ ലസ്റ്റർ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് മെറ്റാലിക് ലസ്റ്റർ ഫെയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ എന്ത് ഫോം ചെയ്തു? മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്തു. ആ മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്തു. അതുകൊണ്ടാണ് അവിടെ മങ്ങുന്നത്, ഫെയ്ഡ് ആകുന്നത് എന്ന് നമുക്ക് പറയാം. ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഇത്രയും കാര്യങ്ങളെ കുറിച്ച്. ഇപ്പോൾ സോഡിയം നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എയർ ഉള്ള സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് നമുക്ക് അത് മങ്ങുന്നതായി കണ്ടു. എന്താണ് അവിടെ ഫോം ചെയ്ത് നോക്കാം നമുക്ക്. 4Na+O2 ആണ് ഈ എയർ എന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2Na2O. നോക്കൂ, 2 × 2 4Na പ്ലസ് ഓക്സിജൻ 2 ടൈംസ് സോഡിയം ഓക്സൈഡ് ഓഫ് ദി മെറ്റൽ. എയറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സൈഡ് ഫോം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ആണ്. പൊട്ടാസ്യം നോക്കാം. 4K+O2 gives 2K2O. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എലമെൻസിനെ പറയാൻ പറ്റും. മെഗ്നീഷ്യം 2Mg+O2 gives 2 രണ്ടിടത്തും 2 കോമൺ ആണ്. 2MgO എന്ന് നമുക്ക് കോമൺ ആയി പറയാൻ പറ്റും. 2Cu+O2 gives 2CuO. ഏത് മെറ്റലും ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നതായി കാണാൻ പറ്റും. എന്നാൽ മെറ്റാലിക് ലസ്റ്റർ നിങ്ങൾക്ക് ചിലയിടത്തൊക്കെ കാണാൻ പറ്റും. മെറ്റാലിക് ലസ്റ്റർ ഗ്ലോവിങ്. അപ്പോൾ ഈ മെറ്റാലിക് ലസ്റ്ററിൻ്റെ ഗ്ലോവിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് മെറ്റൽസ് ഞാൻ നിങ്ങളോട് പറയാണ്. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ നിന്ന് കുറച്ചെണ്ണം, മെഗ്നീഷ്യം, അതുപോലെ തന്നെ സോഡിയം, ഇങ്ങനെ 2 മെറ്റൽ പറഞ്ഞു. കുറച്ച് താഴേക്ക് വരുമ്പോൾ അലൂമിനിയം വെസൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വീട്ടിൽ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കോപ്പർ വെസൽസ്, ഗോൾഡിൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളോട് കട്ട് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് കാണാൻ പറ്റി പെട്ടെന്ന് ഫെയ്ഡായത്, മെറ്റാലിക് ലസ്റ്റർ പെട്ടെന്ന് ഫെയ്ഡായത് സോഡിയമാണ്. ഹൈ റിയാക്റ്റീവ് എലമെൻ്റ് ആണ്, വേഗത്തിൽ റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഫെയ്ഡായത്.
അതുപോലെ മെഗ്നീഷ്യം സെക്കൻഡ് പ്ലേസിൽ ഫെയ്ഡ് ചെയ്തു. അങ്ങനെ പോകുന്നു. അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ കാണാം, നമ്മൾ ഒരു ദിവസം വാങ്ങി പിറ്റേ ദിവസത്തേക്കിന് അത് ഫെയ്ഡ് ആകുന്നില്ല, കുറച്ച് ദിവസങ്ങൾ പിടിക്കും. എന്നാൽ ഈ കോപ്പർ ആണെങ്കിലോ കുറച്ചും കൂടി സമയം പിടിക്കുന്നുണ്ട് അല്ലേ. കോപ്പർ അതിൻ്റെ ഗ്ലേസിങ് പോവാൻ കുറച്ചും കൂടി സമയം പിടിക്കുന്നുണ്ട്. എന്നാൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലോ എത്ര കാലം അതിൻ്റെ തിളക്കത്തോടെ നിൽക്കുമല്ലോ അല്ലേ. പിന്നെ നമുക്ക് ആ തിളക്കം പോകുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാവാം, ചളിയൊക്കെ ആവുന്നതുകൊണ്ടാണ്. അതൊന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെറ്റാലിക് ലസ്റ്റർ വീണ്ടും എടുത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഹൈ റിയാക്റ്റീവായ കുറച്ച് മെറ്റൽസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കോപ്പറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായി പറയാനുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് മെറ്റൽ റിയാക്ട് വിത്ത് എയർ, മെറ്റൽ എയറുമായി റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതൊക്കെയാണ് നമ്മുടെ അയൺ റസ്റ്റ് പിടിക്കുന്നത്, തുരുമ്പ് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയും, അയൺ റസ്റ്റ് പിടിക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ തുരുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റസ്റ്റ് ഓഫ് അയൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അയൺ ഓക്സൈഡാണ് തുരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ക്ലാവ് പിടിക്കുക എന്ന് പറയും, ചെമ്പ് പാത്രങ്ങൾ വെർഡിഗ്രീസ് ആവുക എന്ന് പറയും. ഒരു പച്ച കളറിലേക്ക് ചെമ്പ് പാത്രങ്ങൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് ചെറിയൊരു പച്ച നിറത്തിലേക്ക് മാറും. അതാണ് ഇതിൻ്റെ മെറ്റാലിക് ലസ്റ്റർ മങ്ങുന്നത്, ഫെയ്ഡ് ആകുന്നത്. കോപ്പർ വെസൽസിൻ്റെ മെറ്റാലിക് ലസ്റ്റർ എങ്ങനെ പോകുന്നു ചോദിച്ചാൽ വെർഡിഗ്രീസ് ആയി പോകുന്നു. എന്നാൽ ഇരുമ്പ് ഓക്സൈഡാണ്, അയൺ ഓക്സൈഡാണ്. മറ്റെല്ലാ മെറ്റൽസും അതിൻ്റെ ഓക്സൈഡായി പോകുന്നു. എന്നാൽ ഈ ചെമ്പ് പാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റിയ മെറ്റൽ കോപ്പർ വെസൽസ് ഒക്കെ നമ്മൾ കാണാൻ പറ്റി വെർഡിഗ്രീസ് ആയത് കാണാൻ പറ്റി. എന്താണ് അപ്പോൾ വെർഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്ക് ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് വെർഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ. കോപ്പർ കാർബണേറ്റ് ആണ് വെർഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മെറ്റൽ ലൈക്ക് കോപ്പറിനൊന്നും അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ മാത്രം ഉണ്ടായതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്സിജനേറ്റ് മാത്രം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. എന്നാൽ ഈ വെർഡിഗ്രീസ് ആകുന്നതിന് ഓക്സിജൻ മാത്രം പോരാ, വാട്ടർ വേപ്പർ വേണം. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബേസിക് കോപ്പർ കാർബണേറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ റിയാക്ഷൻ ഞാനൊന്ന് പറയുകയാണെങ്കിൽ 2Cu 2 കോപ്പർ ആറ്റം പ്ലസ് ഓക്സൈഡ്. അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവിടെ വാട്ടർ വേപ്പർ ഉണ്ടായിരിക്കും, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടിയായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കിട്ടും, ബേസിക് കോപ്പർ കാർബണേറ്റ് ഫോം ചെയ്യും, അവിടെ CuCO3 ഫോം ചെയ്യും. ഒപ്പം തന്നെ കോപ്പറിൻ്റെ ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യും. ഇതാണ് കോപ്പറിൻ്റെ വെർഡിഗ്രീസ് എന്ന് പറയുന്നത്. ക്ലാവ് എന്ന് പറയുന്ന കോപ്പറിൻ്റെ മെറ്റാലിക് ലസ്റ്റർ ഫെയ്ഡ് ആകുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ CuCO3 അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ വെർഡിഗ്രീസ് ഫെയ്ഡ് ആകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? കോപ്പർ ഇതിൻ്റെ റിയാക്ഷൻ നിങ്ങൾ പഠിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, നിങ്ങൾ ഓക്സൈഡുകളാണ് നിർബന്ധമായും പഠിക്കേണ്ടത്. മെറ്റൽ റിയാക്ട് വിത്ത് എയർ ഫോംസ് ദെയർ ഓക്സൈഡ്സ്, അത് നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഇത് അത്യാവശ്യമില്ല, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക. വെർഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കോപ്പർ കാർബണേറ്റിനെ. അപ്പോൾ മെറ്റൽ റിയാക്ട് വിത്ത് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്സൈഡ് മാത്രമല്ല, എന്തെല്ലാം ഉണ്ട്, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ട്. എന്നാൽ മറ്റു മെറ്റൽസിലൊന്നും നമ്മൾ അത് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഓക്സൈഡ് തന്നെ മതി അവരുമായി ഫോം ചെയ്യാൻ. അതിനുശേഷമാണ് H2Oയും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വരിക. അപ്പോഴേക്കിനും അവരെല്ലാവരും അവരുടെ ഓക്സൈഡായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ലോ റിയാക്റ്റീവ് മെറ്റൽസ് ആയ കോപ്പറിനെ ഇവിടെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞ് ഇനി അടുത്ത് സിൽവർ, ഗോൾഡ്. കോപ്പറിൻ്റെ താഴത്തേക്കല്ലേ സിൽവറും ഗോൾഡും വരുന്നത്. ഇവരൊന്നും എന്താവുന്നില്ല, അവയുടെ ഓക്സൈഡുകളായി നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിലെ ഓക്സൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സൈഡായി മാറുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റാലിക് ലസ്റ്റർ പെട്ടെന്ന് ഫെയ്ഡ് ആകുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റി. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്, മെറ്റൽ ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിയാക്ടിവിറ്റി സീരീസിൽ നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ഒരു ബോർഡറാണ് നമ്മൾ പറയാറുണ്ട്. ഹൈഡ്രജൻ്റെ മുകളിലേക്കുള്ള മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, മറ്റേ ഏതൊക്കെ മെഗ്നീഷ്യം ഒക്കെ ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ആയി കുറച്ചെടുത്തു എന്ന് മാത്രം. നോക്കൂ, ഹൈഡ്രജൻ്റെ മുകളിലേക്കുള്ള ഈ മെറ്റൽസ് എല്ലാം HCl അല്ലെങ്കിൽ ഡൈല്യൂട്ട്
ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു എന്നും ഹൈഡ്രജന്റെ താഴത്തേക്കുള്ള ലോ റിയാക്റ്റീവ് മെറ്റൽസ് കോപ്പർ, സിൽവർ, ഗോൾഡ് ഡൈല്യൂട്ട് HClലുമായി റിയാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റി. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. കുറച്ച് ബീക്കറുകളിൽ ഡൈല്യൂട്ട് HCl എടുത്ത് കാണാം. നിങ്ങൾക്ക് ഡൈല്യൂട്ട് HCl എടുത്ത് കാണാം. ഡൈല്യൂട്ട് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ടർ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ നമ്മുടെ കോൺസെൻട്രേറ്റഡ് HCl അല്ല. കോൺസെൻട്രേറ്റഡ് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അവിടെ ആസിഡ് മാത്രമാണ് കോൺസെൻട്രേറ്റഡ് HCl എന്ന് പറഞ്ഞാൽ. അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കുമ്പോഴാണ് അത് ഡൈല്യൂട്ട് HCl ആകുന്നത്. ഈ ഡൈല്യൂട്ട് HClലേക്ക് ഒരു ഭാഗത്ത് സോഡിയം, പൊട്ടാസ്യം, അതുപോലെ മെഗ്നീഷ്യം, കോപ്പർ, ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് ഒന്ന് നോക്കുക. ഞാൻ ആ റിയാക്ടിവിറ്റി സീരീസുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ഏറ്റവും വേഗത്തിൽ ആസിഡുമായി റിയാക്ട് ചെയ്ത് ഒരു ബബിൾസ് പുറത്തേക്ക് പോകുന്നത് കാണാം. അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. അടുത്ത 2ാം സ്ഥാനം സോഡിയത്തിനായിരിക്കും, 3ാം സ്ഥാനം മെഗ്നീഷ്യത്തിനായിരിക്കും. എന്നാൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യാത്ത നോബിൾ ഗ്യാസ് എന്നാണ് കോപ്പർ, സിൽവർ, ഗോൾഡ് ഇതിന് പറയാം. ഈ നോബിൾ ഗ്യാസ് ആയ കോപ്പർ ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ മെറ്റൽസ്, എക്സാമ്പിൾ മെഗ്നീഷ്യം, ഡൈല്യൂട്ട് HClലുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അപ്പോൾ H2 പുറത്ത് പോകണമെങ്കിൽ ഇവിടെ 2 HClലുമായി റിയാക്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ 2H, 2 ഹൈഡ്രജൻ പുറത്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? MgCl2, മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ ക്ലോറൈഡ് എന്താണ്? ഒരു സാൾട്ടാണ്. ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ് ഇതെല്ലാം എന്താണ്? സാൾട്ടിന് എക്സാമ്പിളാണ്. മറ്റൊരു മെറ്റലുമായി നമുക്ക് എന്ത് ചെയ്യാം? HClനെ റിയാക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുക? സോഡിയം റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl, 2HCl എന്ത് റിലീസ് ചെയ്യുന്നു? റിലീസ് ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് ഫോം ദർ സാൾട്ട് NaCl2. കാണാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു മെറ്റൽ അതിൻ്റെ ഡൈല്യൂട്ട് HClലുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു എന്ന് പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഞാൻ സിങ്ക് H2SO4 സൾഫ്യൂരിക് ആസിഡാണ്, മറ്റൊരു ആസിഡാണ് മായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എന്താ ഓർത്താൽ മതി? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഹൈഡ്രജൻ H2 അവിടുന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ? ZnSO4 അതാണ് ചേർത്ത് എഴുതുക. സിങ്ക് സൾഫേറ്റ് ഇതൊരു സാൾട്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു ഇൻട്രോ ടോപ്പിക്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചു വാട്ടറുമായി റിയാക്ട് ചെയ്യുന്ന മെറ്റൽസിനെ കുറിച്ച് പഠിച്ചു. ഹോട്ട് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ് കണ്ടു, മെഗ്നീഷ്യം പോലുള്ള. ഏത് വാട്ടറുമായി റിയാക്ട് ചെയ്യാത്ത മെറ്റൽസ് കണ്ടു, കോപ്പർ, സിൽവർ, ഗോൾഡ് ഇത് കണ്ടു. അത് വാട്ടറുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? മെറ്റൽ റിയാക്ട് വിത്ത് എയറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സൈഡ് ഫോം ചെയ്യുന്നു എന്നും, മൂന്നാമതായി പഠിച്ച മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് റിലീസ് ഹൈഡ്രജൻ ഗ്യാസ് അതും ആണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇതെല്ലാം ഒന്ന് നോക്കി പോവുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. നല്ല രീതിയിൽ പഠിക്കുക, ഡൗട്ടുകളിൽ ചോദിക്കുക. താങ്ക് യു.